നാസിർക്ക് ദുബായിൽ ഒരു വീട് എടുത്തിട്ട് ആ വീട് കാണാൻ വന്ന ഇവിടെ നമ്മൾ വീടാണോ പറമ്പോ എടുത്താൽ ഒരു നികുതിയും കൊടുക്കണ്ട, ഒരു കുടിക്കടവും വേണ്ട. അതായത് നാട്ടിൽ നമ്മളിട്ട് ഓടിക്കണില്ലേ, ഒരു പണിയില്ല, ഒരു നയാ പൈസ ഈ ഗവൺമെന്റിൽ കൊടുക്കണ്ട. രജിസ്ട്രേഷൻ ഫീസ് ഉള്ളത് എന്താ വെച്ചാൽ അന്ന് കൊടുത്താൽ മതി. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഉറുപ്പിയും കൊടുക്കും. എന്റെ പൊന്ന് ഷെരീഫിക്ക, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ. ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഇതാണ്ട് ഇവിടെ ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും റെന്റ് ചെയ്താലും ഒന്നും ടാക്സ് ഇല്ല. പക്ഷെ നിങ്ങൾ ഈ കാണിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് ദുബായിലല്ലെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യണം. കാരണം നിങ്ങൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി, ഈ വില്ല ദുബായിലാണെന്നാണ്. കറക്റ്റ് അല്ല. അത് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അത് അജ്മാനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇങ്ങനെ ഫേക്ക് ന്യൂസ് നിങ്ങൾ ഇടാതിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ ഒരു ക്ലയന്റ് നിങ്ങളുടെ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നിട്ട് ചോദിക്കുവാണ് ദുബായിൽ ഇത് കണക്കൊരു വില്ല അവർക്ക് എടുത്തു കൊടുക്കാവുന്നു. ഞാൻ പറഞ്ഞു ഈ പ്രോപ്പർട്ടി ദുബായിലല്ല അജ്മാനിലാന്ന്. അജ്മാനിലാന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. സോ പലർക്കും ഇത് കണക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ വീഡിയോ കാണാൻ നേരത്ത്. സോ ഇത് കണക്കുള്ള വീഡിയോസ് മര്യാദയ്ക്ക് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫ്രം ഡെവലപ്പർ അല്ലെങ്കിൽ എന്നെ കണക്കുള്ള ബ്രോക്കേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അല്ല ഇത് കണക്കുള്ള ഫേക്ക് വീഡിയോസ് കണ്ടിട്ട് പ്രോപ്പർട്ടി എടുക്കാതിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ദുബായിൽ ഒരു വില്ല നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് എമ്മാൻ്റെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഒരു മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. സോ ദുബായിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വില്ലയാണ്. സോ എത്രയും പെട്ടെന്ന് ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഒരു വില്ല ബുക്ക് ചെയ്ത് തരാം.